പ്രവേശിക്കാം. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ തേജസ്സിന്റെ കർത്താവിനെ മർമ്മമായി മുൻ നിയമിച്ച പിതാവായ ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ തേജസ്സിനായി ക്രൂശിക്കപ്പെട്ട തേജസ്സിന്റെ കർത്താവാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുകയും ചെയ്യുന്നു. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനും നമ്മുടെ താഴ്ചയിൽ നിന്നും നമ്മെ ഉയർത്തിയവനുമായ ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്ത് എല്ലാ വിശുദ്ധന്മാരുടെയും സാന്നിധ്യത്തെ വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് തിരുവെഴുത്തുകളിലേക്ക് നാം തിടുക്കത്തോടെ തിരിയുന്നു. വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ ഇടയായി. അവിടെ നാം കാണുന്നത് ഡീമനോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സാത്താന്യശാസ്ത്രം, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഓഫ് ഡീമൻ ടോർമെന്റേഷൻ. പൈശാചിക ശക്തികൾ പ്രപഞ്ചവാസികളെ പീഡിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ 9-ാമത്തെ അധ്യായം. നാം അതിൽ കാണുന്നത് 7 കാഹളങ്ങളുള്ള ദൂതന്മാരുടെ ആദ്യത്തെ 4 കാഹളങ്ങളും അതിനോടനുബന്ധിച്ച ബാധകളും അഥവാ ന്യായവിധികളും 8-ാം അധ്യായം കൊണ്ട് തീർന്നിട്ട് 5ഉം 6ഉം കാഹളങ്ങൾ ഊതുന്നതിന്റെ വിവരണം 9-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ തന്നെ 1ഉം 2ഉം കഷ്ടങ്ങൾ, 2 of the 3 woes and 5th and 6th trumpets, ഇവകളാണ് നമുക്ക് ഈ 9-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ നിലയിൽ ഈ 9-ാമത്തെ അധ്യായം ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. Verses 1 to 5 please. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവനെ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്നും പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്നും വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിലുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പന ഉണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. സ്തോത്രം. 5-ാമത്തെ കാഹളം ഊതുന്നതാണ് നാം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അതിന്റെ അനുബന്ധ സംഭവമായിട്ടാണ് 3 കഷ്ടങ്ങളിൽ 1-ാമത്തെ കഷ്ടം 11-ാം വാക്യം വരെ നാം കാണുന്നത്. അപ്പോൾ ഈ 7 കാഹളങ്ങളും അതിനോടനുബന്ധമായ ന്യായവിധികളുമാണ് നാം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ
11-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വരെ കാണുന്നത്. ഫ്രം വേഴ്സസ് chapter 8 verses 1 to 11-19 we see the seventh seal opened and the judgments consequent to the 7 trumpets. ഏഴാമത്തെ മുദ്ര തുറക്കുന്നതും അനുബന്ധമായി ഉണ്ടാകുന്ന 7 കാഹള ന്യായവിധികളുമാണ് 8-ാമത്തെ അധ്യായം 1 മുതൽ 11-ാം അധ്യായത്തിന്റെ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അതിൽ നാം 8-ാം അധ്യായത്തിൽ 1, 2, 3, 4 കാഹളങ്ങളെക്കുറിച്ചും അത് നിമിത്തമുണ്ടാകുന്ന ബാധകളെക്കുറിച്ചും കണ്ടു. The first 4 trumpets and consequent events recorded there in chapter 8, and we went through them. In chapter 9 we see 5th and 6th trumpets blown. Otherwise 2 of the 3 wars happened. And in chapter 11 verses 15 following we see the 7th trumpet or the 3rd war. 9-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് 1-ാമത്തെ കഷ്ടം. 12-ാം വാക്യത്തിൽ നാം കാണുന്നു കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. അതിൽ 2-ാമത്തെ കഷ്ടമാണ് 13-ാമത്തെ വാക്യം മുതൽ 9-ന്റെ 13 മുതൽ ആരംഭിക്കുന്നത്. അത് 11-ാം അധ്യായത്തിന്റെ 13 വരെ തുടരുന്നു. The second war begins by the 6th trumpet blow in chapter 9 verse 13, and it continues through chapter 11 verse 13. 11-ന്റെ 14-ൽ നാം കാണുന്നു 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. 9-ന്റെ 13-ൽ തുടങ്ങിയ 2-ാമത്തെ കഷ്ടം 11-ന്റെ 13 കൊണ്ട് തീരുന്നു. 14-ൽ നമ്മൾ വായിക്കുന്നു 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. അത് 14-ാമത്തെ 15-ാമത്തെ 11-ന്റെ 15 മുതൽ കാണുന്നു. അവിടെയാണ് 7-ാമത്തെ കാഹളം ഊതുന്നത്. അവിടേക്ക് നമുക്ക് പിന്നെ വരാം. തിരികെ നമുക്ക് 9-ലേക്ക് പോകാം. So chapter 9 is the record of the first demonic invasion of this world or this earth. ഈ പ്രപഞ്ചത്തെ, പ്രത്യേകിച്ച് ഈ ഭൂമിയെ പൈശാചിക ശക്തികൾ വേട്ടയാടുന്ന ആദ്യത്തെ ചിത്രം ഇവിടെ 9-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. ഡീമോണിക് ഇൻവേഷൻ. പൈശാചിക ശക്തികൾ ഈ ലോകത്തെ, ഈ ഭൂമിയെ വേട്ടയാടുകയാണ്. ആ വേട്ടയാടൽ ആർക്കു മാത്രമേ ഉള്ളൂ എന്ന് നമ്മളിപ്പം വായിച്ചത്? ആരെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ? നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർ. ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ മുദ്ര ഉള്ളവർ ആരാണെന്ന് നാം 7-ാം അധ്യായത്തിൽ കണ്ടു. 144,000 പേർ. അപ്പോൾ അവരെ ഈ ബാധകളൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, മഹാപീഡന സമയത്ത് അല്ലെങ്കിൽ ഈ 7 വർഷത്തെ കാലത്ത്
അതുമല്ലെങ്കിൽ ദാനിയേൽ കണ്ട 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ നടക്കുന്ന ഈ പീഡകൾക്ക് 2 മുഖങ്ങളുണ്ടെന്ന്. ഒന്ന്, ദൈവം പീഡിപ്പിക്കുന്ന പീഡകളുണ്ട്. 2, എതിർക്രിസ്തു നടത്തുന്ന പീഡന പരമ്പരകളുണ്ട്. അതിൽ ദൈവം അയക്കുന്ന പീഡകൾ, ന്യായവിധികൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായി ദൈവം മാറ്റി നിർത്തുന്നവരെ ബാധിക്കുന്നതല്ല. ഇവിടെ നാം പ്രത്യേകിച്ച് കാണുന്നത് പോലെ പൈശാചികമായ ചില ബാധകൾ ഇവിടെ ദൈവത്തിനുള്ളവരെ ബാധിക്കുന്നില്ല. അപ്പോൾ മുദ്ര ഇട്ട് ദൈവം മാറ്റി നിർത്തിയിരിക്കുന്ന 144,000 പേരെ ഈ പൈശാചിക ശക്തികൾ പീഡിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല എന്ന് നാം കാണുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഒരു ദൂതൻ, ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീണ് കിടക്കുന്നു, ഭൂമിയിൽ വീണ് കിടക്കുന്നു. അവിടെ വീണ് കിടക്കുന്നു എന്നതുകൊണ്ട് വീഴ്ച വന്ന ദൂതൻ എന്നർത്ഥമില്ല. വീഴ്ച വന്ന ദൂതൻ എന്നതിനർത്ഥമില്ല. വീണുപോയ ദൂതൻ എന്ന് അർത്ഥമില്ല. 1-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ, 9-ന്റെ 1. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവനെ അഗാധം. മതി. വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ഇംഗ്ലീഷിലും കൂടെ വാക്യം ഒന്ന് വായിച്ചട്ടെ. And the 5th angel sounded, and I saw a star fall from heaven unto the earth, and to him was given the key of the bottomless pit. അപ്പോസ്തലപ്രവൃത്തികൾ 8-16 കൂടെ 2 ഭാഷയിലും വായിച്ചോളൂ. Acts 8:16. മലയാളത്തിലും ഇംഗ്ലീഷിലും വായിച്ചു. For as yet he was fallen upon none of them, only they were baptized in the name of the Lord Jesus. 8-16. അതെ, അത് തന്നെ. Then okay. മലയാളം കൂടെ വായിച്ചു. അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ മതി, അത്ര മതി. അതിന്റെ ആദ്യ ഭാഗം മതി. വ്യത്യാസം കണ്ടോ? ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് upon none of them he had fallen. മലയാളത്തിൽ വായിച്ചു, അവർ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. ഇംഗ്ലീഷിൽ വായിച്ചത് not fallen. അവരുടെ മേൽ ഒന്നും ആത്മാവ് വീണിരുന്നില്ല. ഇംഗ്ലീഷിലൊരു പ്രയോഗം അത്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും പഠിക്കുമ്പോൾ ഫോളിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. മലയാളത്തിൽ അതിന് ഉള്ളത് ആത്മാവ് വരിക എന്ന, ആത്മാവ് വീഴുക എന്നല്ല. അപ്പോൾ ഫോളിംഗ് എന്നതിൻ്റെ അർത്ഥം വീഴുക എന്ന് മാത്രമല്ല, വരിക എന്നും കൂടെ ഉണ്ട്. മനസ്സിലായോ? സ്തോത്രം. come upon them എന്നാണ് NIV, റൈറ്റ്. അതാണ് അതിന്റെ അർത്ഥം, അത്രേ ഉള്ളൂ. it's a usage in English, especially in the old English. പഴയ ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ് falling upon. ആ falling upon എന്ന് പറഞ്ഞാൽ മുകളിൽ വീഴുക എന്നല്ല, വരിക എന്നർത്ഥമേ ഉള്ളൂ. come upon.
ആ അർത്ഥത്തിൽ നാം വെളിപ്പാട് 9:1 എടുത്താൽ ഒരു നക്ഷത്രം വീണു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല, ഒരു നക്ഷത്രം ഭൂമിയിൽ വന്നു എന്ന് ചിന്തിച്ചാൽ മതി. ആ നക്ഷത്രം അക്ഷരീക നക്ഷത്രമല്ലെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അത് ഒരു പുരുഷനായിട്ടാണ് അവിടെ പറയുന്നത്. ഒരു പൗരുഷത്തോടെ അവൻ, ഹി അല്ലെങ്കിൽ ഹിം എന്നാണ് നാം വായിക്കുന്നത്. അതിൽ നിന്നും നാം കാണുകയുണ്ടായി അതൊരു ദൂതനെയാണ് കുറിക്കുന്നത്, ഒരു ദൂതനെ. അപ്പോൾ അവിടെ പറയുന്ന നക്ഷത്രം ഒരു പുരുഷ ആളത്വത്തെയാണ്. അത് ഒരു ദൂതനാണ്. അതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ വായിച്ചപ്പോൾ വിചിത്രമായ വ്യാഖ്യാനങ്ങൾ പോലും പലരും അതിന് കൊടുത്തിട്ടുണ്ട്. ചിലരതിനെ നീറോ ചക്രവർത്തിയാണ് എന്ന് പറയുന്നുണ്ട്. വേറെ ചിലർ പറയുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ വീണുപോയ ദൂതന്മാരിൽ ആരോ ഒരാളാണ്. ഏതോ ഒരു ദുരാത്മാവാണെന്ന് പറയുന്നവരുണ്ട്. നാലാമത്തെ കൂട്ടർ പറയുന്നു അത് സാത്താനാണെന്ന്. അഞ്ചാമത്തെ ഒരു കൂട്ടർ പറയുന്നു സ്പീക്കിംഗ് അബൌട്ട് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നതെന്ന്. ആറാമതൊരു വ്യാഖ്യാനമുള്ളത് ഇറ്റ്സ് അബൌട്ട് എ ഗുഡ് ഏഞ്ചൽ, ഒരു ഹോലി ഏഞ്ചൽ. ഇത് ഒരു വിശുദ്ധനായ ദൂതനെ കുറിച്ച്, ദൈവദൂതനെ കുറിച്ച് പറയുന്നതാണ്. വേറെ ചിലർ പറയുന്നു ഇത് യേശുക്രിസ്തു തന്നെയാണ്. ഇത്രയേറെ വ്യാഖ്യാനങ്ങൾ. ഇനി അതിൻ്റെ കൂടെ വേറെ എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. നമ്മളൊക്കെ പറയുന്നത് വ്യാഖ്യാനത്തിൽ കൊടും. ഏതായാലും പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് ഇത്രയും എണ്ണം ഉണ്ട്. ഇതൊന്നും നിങ്ങൾ എഴുതി വെക്കണമെന്നില്ല. ഇങ്ങനെയുള്ള ഒത്തിരി ആശയങ്ങൾ. ഇത് നീറോ ചക്രവർത്തിയാണെന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ഏതൊരുത്തന്റെ പേരും പറയാം. അത് വീണുപോയ ദൂതനാണ്, ദുരാത്മാവേതോ ആണ്, അല്ല നല്ല സ്വർഗദൂതനാണ്, ദൈവവചനമാണ്, യേശുക്രിസ്തു തന്നെയാണ് എന്നൊക്കെയുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. ഈ ദൂതൻ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്നതായിട്ട് യോഹന്നാൻ കണ്ട ഈ നക്ഷത്രം ആരാകാമെന്ന്. ഏതായാലും ഇവിടെ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ഇത് മനുഷ്യന്മാരാരും അല്ല. ഇത് ദൂതന്മാര് തന്നെയാണ്. ഇനിയും വീണുപോയ ദൂതനാണോ അതോ സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാരിൽ ഒരാളാണോ എന്നത് മാത്രം നമുക്ക് തീരുമാനിച്ചാൽ മതി. ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഇത് മനുഷ്യരല്ല. അതുകൊണ്ട് തന്നെ നീറോയോ അതുപോലെയുള്ള ഒരു രാജാവും ചക്രവർത്തിയും അല്ല, മനുഷ്യരെ അല്ല. മനുഷ്യരല്ലെന്ന് പറയാൻ കാരണം അഗാധകൂപത്തിന്റെ താക്കോലൊന്നും ഉള്ള മനുഷ്യന്മാരാരും ഏതായാലും ഇല്ല. സാത്താനു വേണ്ടിയും ദുരാത്മാക്കൾക്ക് വേണ്ടിയും അവരെയൊക്കെ ചങ്ങലക്കിട്ടിരിക്കുന്ന സ്ഥലം അറിയാവുന്ന മനുഷ്യരോ അവരെ തുറന്നുവിടാൻ ശക്തന്മാരോ ഒന്നും ഏതായാലും ഇല്ല. അതുകൊണ്ട് ഇത് മനുഷ്യത്തിൽപ്പെട്ടതല്ല. അതും സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ദൂതനെ കുറിച്ച്, ഒരു നക്ഷത്രത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യരാരും സ്വർഗത്തിൽ നിന്ന് വന്നവരല്ല. സകല മനുഷ്യരും ഭൂമയന്മാര് തന്നെ. സ്വർഗത്തിൽ നിന്നും വന്ന ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുവ. എന്നാൽ ഇത് യേശു അല്ല എന്നുള്ളതിന് മറ്റ് ചില തെളിവുകൾ എന്ന് വെച്ചാൽ,
ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ ഒരു ദൂതൻ എന്ന നിലയിൽ പരിചയപ്പെടുത്തുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ ഏറ്റവും കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നത് കുഞ്ഞാടെന്ന നിലയിലാണ്. അപ്പൊ കുഞ്ഞാടായ ക്രിസ്തു ഭൂമിയിലേക്ക് ഇങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നില്ല. സാത്താനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഇടപെടിയിൽ വെളിപ്പാട് 20-ാം അധ്യായത്തിന് മുമ്പ് ക്രിസ്തുവിനില്ല. അപ്പോൾ ഇവിടെ ഒരു ദൂതൻ തന്നെ അതിൽ സാത്താനുമല്ല. നാം അവിടെ ഈ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. പത്താമത്തെ വാക്യം, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിക്കുവാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. ബാക്കി വായിര്, മൊത്തം വായിച്ചു. 11-ാം വാക്യം അല്ലേ? അച്ഛാ 11-ാം വാക്യം എൻ്റെ അതിനകത്ത് 11 തെളിഞ്ഞിട്ടില്ല. ശരി, അടുത്ത വാക്യം കൂടെ വായിച്ചു. 11-ാം വാക്യമാണ് കേട്ടോ. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്ന്, യവനായ ഭാഷയിൽ അപ്പല്ലോവൻ എന്നും പേര്. 11-ാമത്തെ വാക്യം കണ്ടോ? അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലുവോൻ എന്നും പേർ. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. നരകത്തിലെ രാജാവ് ആരാ? യേശുക്രിസ്തു. സ്തോത്രം. സാത്താൻ നരകത്തിലെ രാജാവാണോ? ഇല്ല. സാത്താൻ നരകത്തിലെ രാജാവാണോ അതോ നരകത്തിലെ ഒരു ഇരയാണോ? Whether the devil, the Satan, is the king of the hell or he himself is a prey or a victim. ഇരയാ, അവൻ അവിടുത്തെ ഇരയാ. അപ്പോൾ നരകത്തിലെ പോലും രാജാവെന്ന് പറയുന്നത് ഏതായാലും സാത്താനല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് ആരല്ല? സാത്താനല്ല. നരകത്തിൽ പോലും ദൈവമായിരിക്കുന്നത്, നരകത്തിൽ പോലും ഭരണം നടത്തുന്നത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് സാത്താനെ നാം ഒരിക്കലും നരകത്തിലെ രാജാവായിട്ടോ നരകത്തിലെ പ്രഭുവായിട്ടോ ഒന്നും കാണേണ്ടതില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ പറയുന്ന ഈ ദൂതൻ മനുഷ്യനല്ല, യേശുക്രിസ്തു അല്ല, സാത്താനുമല്ല എന്ന് കണ്ടു. നമുക്കിനിയും മനസ്സിലാക്കാനുള്ളത്, വീണുപോയ ദൂതന്മാരിൽ ഒരുത്തനാകുമോ അതോ ദൈവത്തിന്റെ ദൂതന്മാരിൽ ഒരുത്തനാകുമോ എന്ന് മാത്രമാണ്. അതിനേറെ സാധ്യത ദൈവത്തിന്റെ ഒരു ദൂതൻ തന്നെയാണ്. കാരണം സാത്താന്റെ ദൂതന്മാരെ അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാരെ
അവന്റെ ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്ന ജയിലിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നില്ല. താക്കോൽ അവരെ ഏൽപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാര് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. 20-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചോളൂ. 20 ഇനീഷ്യൽ വേഴ്സസ്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കണ്ടോ? അഗാധത്തിന്റെ താക്കോലും എന്ന് പറഞ്ഞാൽ അഗാധ കൂപത്തിന്റെ താക്കോലെന്ന്. അഗാധ കൂപത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. ആ ദൂതൻ ഏത് ദൂതനല്ല, അല്ലെങ്കിൽ ഏത് ദൂതന്മാരിൽ പെട്ടയാളല്ല. ഫോളൻ ഏഞ്ചൽസിൽ പെട്ടതല്ല. പകരം ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ. പ്രത്യേകിച്ച് അവിടെ അഗാധത്തിന്റെ താക്കോലുമായിട്ട് ഇറങ്ങുന്ന ദൂതൻ എന്തിനു വേണ്ടി ഇറങ്ങുക? സാത്താനെ, പിശാചിനെ 1000 ആണ്ട് യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് പിശാചിനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് അഗാധകൂപത്തിൽ ഇടാൻ ഇറങ്ങുക. അപ്പോൾ ഈ അധികാരങ്ങളൊന്നും വീണുപോയ ദൂതന്മാർക്ക് നൽകുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ഒരു ദൂതൻ, അത് തന്നെയാണ് 9:1 നമ്മൾ വായിക്കുന്നത്. എ സ്റ്റാർ fallen from heaven. Yes, absolutely. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വീണത് എന്നതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് തുടക്കത്തിലേ കണ്ടു. വീഴുക, വീഴ്ച ഭവിക്കുക എന്ന അർത്ഥത്തിലല്ല, വരിക എന്ന അർത്ഥത്തിലാണ് അവിടെ ഫോളൻ എന്ന് കാണുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഹോളി സ്പിരിറ്റ് ഫെൽ അപ്പോൺ or had fallen upon എന്ന് നാം അപ്പോസ്തല പ്രവൃത്തികൾ 8 വായിച്ചല്ലോ. അപ്പോൾ ഫോളൻ അല്ലെങ്കിൽ ഫോളിങ് ഫ്രം ഹെവൻ എന്നതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വീഴുക എന്ന നെഗറ്റീവായ അർത്ഥം മാത്രമല്ല ഉള്ളത്, സ്വർഗത്തിൽ നിന്നും വരിക എന്ന അർത്ഥവും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന ദൂതൻ വേറെ ആരുമല്ല, ദൈവം അയച്ച സ്വർഗത്തിലെ ഒരു ദൂതൻ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നിനെ കുറിച്ചും നമ്മളത് തലപുകയേണ്ടതില്ല. ഹി ഷുഡ് ബി എ പേഴ്സൺ ഓർ ആൻ ഏഞ്ചൽ ഫ്രം ഹെവൻ, one of the holy angels serving our God. നമ്മുടെ ദൈവത്തെ സേവിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു വിശുദ്ധ ദൂതൻ എന്ന അർത്ഥത്തിൽ നമുക്കിത് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അതെ, ശരി. ഇനി നമുക്ക് നോക്കാം, സ്വർഗത്തിൽ നിന്നും വന്ന ദൂതന്മാരെ കുറിച്ച്, ഈ ദൂതനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. Now we can see the location. എവിടെയാണ്? സ്ഥലത്തെ കുറിച്ചൊന്ന് നോക്കാം. Here the location is the bottomless pit. സ്ഥലം അഗാധകൂപം. അഗാധകൂപം നാം അവിടെ വായിക്കുന്നത് അബീസ് അല്ലെ? അബീസ് എന്നാണ്, അഗാധകൂപം. അഗാധകൂപം. ഈ അഗാധകൂപം
നമുക്ക് വെളിപ്പാടിൽ ഏതാണ്ട് 7 പ്രാവശ്യം ഈ പ്രയോഗം കാണാം. 7 times this അഗാധകൂപം, എ ബോട്ടംലെസ് പിറ്റ്, ഫൗണ്ട് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. 9-1, 2, 11, chapter 9 verses 1, 2 and 11. Then chapter 11 verse 7, 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 17 verse 8, 17-ന്റെ 8. And chapter 20 verses 1 to 3, 20-ന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തിക്കണ്ടായല്ലോ. ഇത്രയും വാക്യങ്ങളിൽ 7 പ്രാവശ്യം അഗാധകൂപം എന്നുള്ളത് നാം കാണുന്നു. ഈ അഗാധകൂപം, ബോട്ടംലെസ് പിറ്റ്, അക്ഷരീയമായ അതിന്റെ അർത്ഥം ദ ഷാഫ്റ്റ് ഓഫ് അബീസ് എന്നാണ്. ദ ഷാഫ്റ്റ് ഓഫ് ദി അബീസ്, അഗാധകൂപത്തിന്റെ ആ ഷാഫ്റ്റ്, ആ കേന്ദ്ര ബിന്ദു എന്ന നിലയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ദ അബോർഡ് ഓഫ് ഡീമൺസ്, ദുരാത്മാക്കളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമെന്ന് മനസ്സിലാക്കാം. ദുരാത്മാക്കളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ അതിൻ്റെ മൂലപദത്തെ ഷാഫ്റ്റ് എന്ന് നമ്മൾ കണ്ടാൽ, ഷാഫ്റ്റ്, ഫ്രിയർ, PHREAR, ഫ്രിയർ എന്ന ഗ്രീക്ക് പദമാണ് ഷാഫ്റ്റ് എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം the entrance from the surface of the earth to the heart of our planet. ഈ ഷാഫ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം, അച്ചുതണ്ട് എന്നതിന്റെ അർത്ഥം entrance from the surface of the earth to the heart of our planet. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ ഹൃദയഭാഗത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം, ആ പ്രവേശനം എന്നാണ് ഈ ഷാഫ്റ്റ് എന്നതിൻ്റെ മൂല അർത്ഥം വരുന്നത്. അപ്പോൾ ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിഭാഗത്ത് നിന്ന് ഭൂമിയുടെ ഉൾഭാഗത്തേക്ക്, ഹൃദയഭാഗത്തേക്ക് ഉള്ള പ്രവേശന കവാടം എന്ന് വെച്ചാൽ ഈ ബോട്ടംലെസ് പിറ്റ് അഥവാ ഈ അഗാധകൂപം എവിടെ തന്നെയാണെന്നർത്ഥം? ഭൂമിയുടെ ഉള്ളറയിലാണെന്നർത്ഥം. മനസ്സിലാക്കുക, ഇത് നരകമല്ല. ഇറ്റ്സ് നോട്ട് ദ ഹെൽ. നരകമല്ല. ഇത് ഈ ദുരാത്മാക്കളെ പാർപ്പിച്ചിരിക്കുന്ന ഏതോ ഭൂമിയുടെ ഒരു അധോഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ബോട്ടംലെസ് പിറ്റ്. അതിൻ്റെ ആഴം ഏറെ ആയതുകൊണ്ട് ബോട്ടംലെസ് എന്ന ഒരർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ 9-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിലാണ് വെളിപ്പാട് പുസ്തകത്തിലെ അഗാധകൂപം എന്ന 7 പ്രയോഗങ്ങളിൽ ആദ്യത്തേത് നാം കാണുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഹെയ്ഡീസ് അല്ലെങ്കിൽ ഷിയോൾ എന്ന നിലയിലും മനസ്സിലാക്കാം. ഹെയ്ഡീസ് അഥവാ ഷിയോൾ. ഈ ഷിയോളിനെ നമുക്ക് കാണാൻ കഴിയുന്നത് the abode of the wicked spirits, a place of tormentation, or the place of remand till the judgment. ന്യായവിധിയുടെ സമയം വരെ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ
പാർപ്പിച്ചിരിക്കുന്ന യാതനാ സ്ഥലമാണ്. അപ്പോൾ ഈ അഗാധകൂപത്തിനും പല സ്ഥലങ്ങൾ ഉണ്ടാകാം. ഒരു ഭാഗത്ത് വീണുപോയ ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുന്നു, ഒരു ഭാഗത്ത് മൃതന്മാരായ ദുഷ്ടന്മാരായ മൃതന്മാരുടെ ആത്മാക്കളെ പാർപ്പിക്കുന്നു. പിന്നീട് നാം നോക്കിയാൽ വെളിപ്പാട് 20 വരുമ്പോൾ സാത്താനെ തന്നെ ബന്ധിച്ചിടുന്ന സ്ഥലം. അപ്പോൾ ഈ അഗാധകൂപത്തിനും പല തട്ടുകളോ പല സ്ഥലങ്ങളോ വിശാലമായിട്ടുണ്ടാകാം. അതിൽ ഒന്നിൽ നിന്നുമാണ് ഇവിടെ ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ നിന്നും വന്ന ദൂതന് കർത്താവ് താക്കോൽ കൊടുത്ത് അയക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല പ്രയോഗങ്ങളുണ്ട്. ടാർട്ടറസ് എന്നൊരു പ്രയോഗം നമുക്ക് 2 പത്രോസ് 2:4 വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു എബ്രായ പ്രയോഗമാണ് ഗഹന്ന എന്നുള്ളത്. ഗഹന്ന, അതിൽ നിന്നുമാണ് ഉറുദുവിൽ ഗഹന്നം എന്നൊരു പ്രയോഗമുള്ളത്. ബൻ ഹിന്നോം താഴ്വര എന്ന് നാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. ആ ബൻ ഹിന്നോം താഴ്വര എന്ന് പറയുന്നത് കച്ചട കൊണ്ടിട്ട് കത്തിക്കുന്ന സ്ഥലമായിരുന്നു. നഗരത്തിന് പുറത്ത് വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമായിരുന്നു. പണ്ട് അതൊക്കെ ജാതീയ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്ന യാഗപീഠങ്ങളായിരുന്നു. പിന്നീട് അത് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ടിട്ട് കത്തിക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ വേസ്റ്റ് കത്തിക്കുന്നിടത്തെ തീയ് പൊതുവെ കെടുന്നില്ല. അവിടെ ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് പുകഞ്ഞിരിക്കും. അങ്ങനെ എപ്പോഴും തീ കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന അർത്ഥത്തിലാണ് പിന്നീട് ഈ ഗഹന്ന എന്ന പ്രയോഗമുണ്ടായത്. മത്തായിയുടെ സുവിശേഷം 25:41 വാക്യം ഒന്ന് വായിച്ചോളൂ. മാത്യു 25:41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. നിത്യ അഗ്നി എന്ന അർത്ഥമാണ് ഗഹന്ന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉറുദുവിലും എനിക്കൊന്ന് അറബിയിലും ജഹന്നം, ജന്നത്ത് എന്നൊക്കെ പ്രയോഗങ്ങളുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ജഹന്നം ഇല്ലെങ്കിൽ നാളത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് കൂടിയാൽ മതി. ഇച്ചിരൊക്കെ ഉറുദു കേൾക്കാം. നാളെ ബുധനാഴ്ചയാണല്ലോ. നമ്മുടെ ക്ലാസ് നാളെ ദൈവം വെച്ചാൽ അരമണിക്കൂർ നേരത്തെയാണ്, ഓർക്കുമല്ലോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഹിന്ദി റവലേഷൻ, വെളിപ്പാട് പുസ്തകം തന്നെയാണ്. എന്നാൽ കൂടുതലും ഉറുദു സംസാരിക്കുന്നവരാണ്, പാകിസ്ഥാനികളായിട്ടുള്ളവരായതുകൊണ്ട് ഈ പദങ്ങൾ കൂടുതൽ ഉപയോഗിക്കും. ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം, ഗഹന്നം നരകം. അത് ഈ മൂലഭാഷയിലും ഗഹന്ന എന്നാണ്. നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലം, കെടാത്ത തീയുള്ള സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. നരകത്തിന് വേണ്ടിയും അത് ഉപയോഗിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയും അത് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അഗാധകൂപം എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി നാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് യാതനാസ്ഥലമാണ്, കെടാത്ത തീയുള്ള
അല്ലെങ്കിൽ മറ്റ് തരത്തിൽ അവിടെ എത്തുന്നവർക്ക് പീഡകൾ നൽകുന്ന സ്ഥലമാണ്. എന്നാൽ അതെന്തല്ല? നരകമല്ല. നരകമല്ല. നരകം ഇതിലും ഭീകരമായിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ അഗാധകൂപമാകട്ടെ, ഈ ഗഹന്ന ആകട്ടെ, ഈ ടാർട്ടറസ് ആകട്ടെ, ഇവിടുത്തെ വാസവും ഇവിടുത്തെ പീഡയും ന്യായവിധി വരെയേ ഉള്ളൂ. നരകം ന്യായവിധിക്ക് ശേഷവും നിത്യമായും ഉള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം തമ്മിൽ. Got it? The key difference between the actual hell or the lake of fire and this Gehenna or this Tartarus or this place of tormentation or this bottomless pit is this: that all these places are meant only for tormenting till the judgment, till the final judgment. And therefore, these places are temporal. Only a place of remanding the wicked souls or spirits. But the actual hell is permanent, commencing ever since the final judgment is over. Okay? വ്യത്യാസം മനസ്സിലാക്കാണല്ലോ. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. സംശയമല്ലോ ഉണ്ടോ? ചോദിക്കാം. ഇല്ലെങ്കിൽ മുൻപോട്ട് പോകാം. ശരി. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കണ്ടു. ഈ ദുരാത്മാക്കളുടെ, ഈ വീണുപോയ ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടു. ഇനിയും അവരാരാണ് എന്നുള്ളതാണ്. ഐഡന്റിറ്റി ഓഫ് ദീസ് സ്പിരിറ്റ്സ്, ഐഡന്റിറ്റി ഓഫ് ദീസ് ചെയിൻഡ് സ്പിരിറ്റ്സ്. അതിന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, സാത്താനോടുകൂടെ വീണുപോയ ദൂതന്മാർ. സാത്താനോടുകൂടെ വീണുപോയ ദൂതന്മാർ. The fallen angels along with Lucifer. Another opinion is the angels sometimes indulged in sins, maybe, possibly, as recorded in Genesis chapter 6. രണ്ടാമത് ഒരു അഭിപ്രായം, ഒരു സാധ്യത ഉള്ളത്, ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മനുഷ്യരുമായി മ്ലേച്ഛകരമായ പാപങ്ങളിൽ ഏർപ്പെട്ട ദൂതന്മാർ. തെളിയിക്കുവാൻ അത്ര സാധ്യമല്ലാത്ത ഒരു അഭിപ്രായമാണത്. അതിന് അടിസ്ഥാനപരമായി ഉള്ള ഒരു സംഗതി നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നതാണ്. അവിടെ അന്ധകാരത്തിന്റെ ചങ്ങലക്കിട്ട് ചില ദൂതന്മാരെ സൂക്ഷിക്കുന്നതായി നമ്മൾ ഇന്നലെ വായിച്ചല്ലോ. ആ ദൂതന്മാരെ കുറിച്ച് അത് തന്നെയല്ലേ യൂദായിൽ പറയുന്ന ദൂതന്മാരും? അതെ, ഇന്നലെ നമ്മൾ വായിച്ച രണ്ട് ഭാഗങ്ങളും, രണ്ട് പത്രോസിൽ നിന്നും അതുപോലെ യൂദായുടെ ലേഖനത്തിൽ നിന്നും. അവിടെ അപ്പോസ്തലന്മാരെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം തങ്ങളുടെ, ബാക്കി പറയാമല്ലോ,
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ, അവരുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്നവിടെ അപ്പോസ്തലന്മാർ പറയുന്നത് കൊണ്ടാണ് ഈ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാഞ്ഞ അവരുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരാണ് 36-ാമത്തെ അധ്യായത്തിൽ മനുഷ്യരുടെ സ്ത്രീകളെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് വിവാഹം കഴിച്ച് മ്ലേച്ഛത പ്രവർത്തിച്ചത് എന്ന ഒരു വാദം നിലനിൽക്കുന്നു. അത് ശരിയാണെങ്കിൽ 2 തരത്തിലുള്ള ദൂതന്മാരാണ് വീണുപോയത്. ഒന്ന്, സാത്താനോടുകൂടെ ദൈവത്തോട് മത്സരിച്ച ദൂതന്മാരുണ്ട്. 2, ജഡത്തിൽ പാപം ചെയ്ത ദൂതന്മാരുണ്ട്. ഇങ്ങനെ 2 തരം ദൂതന്മാരെയാണ് ഇവിടെ വീണുപോയ ദൂതന്മാർ എന്നർത്ഥമാക്കുന്നത്. ഇവിടെ യൂദായും പത്രോസും ചങ്ങലക്കിട്ടിരിക്കുന്ന ദൂതന്മാരെന്ന് പറയുന്നത് ഈ കൂട്ടരാണെന്നും ആ നിലയിൽ മനസ്സിലാക്കാം. എന്നാൽ ഈ അഭിപ്രായത്തോട് വ്യക്തിപരമായിട്ട് എനിക്കും വിയോജിപ്പാണ്. കാരണം 36-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ അത് ദൂതന്മാരാകാൻ സാധ്യത കുറവാണ്. കാരണം ദൂതന്മാർക്ക് മനുഷ്യരെ പോലെ പാപം ചെയ്യാനുള്ള പ്രാപ്തിയോ പ്രത്യുൽപാദന ശേഷിയോ ഇല്ല. Angels do not have reproducibility. ദൂതന്മാർക്ക് മനുഷ്യരെ പോലെ പ്രത്യുൽപാദന ശേഷിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ദൂതന്മാർ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് മറ്റു ദൂതന്മാരെ ജനിപ്പിക്കാമായിരുന്നു. എന്നാൽ ദൂതന്മാർക്ക് അങ്ങനെ ഒരു സൃഷ്ടിപ്പല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത് പുനർജന്മം എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരം അനുസരിച്ചുള്ള പുനർജന്മമല്ല, സ്വർഗത്തിൽ നിത്യതയിൽ എന്നർത്ഥം. യേശുവിനോട് അങ്ങനെ സംശയം ചോദിച്ചോട്ടെ, അങ്ങനെ വരുമ്പം ഈ നമ്മളിപ്പോ ദൂതന്മാരിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടാകില്ലല്ലോ? എല്ലാം ഇല്ല ദൂതന്മാരിൽ. അതുകൊണ്ടാണ് ആ ജെൻഡർ ഡിഫറൻഷിയേഷൻ ഇല്ല. നോ ജെൻഡർ ഫോർ ഏഞ്ചൽസ്. എന്നാൽ ഒരു പുരുഷ രീതിയിലാണ് ദൂതന്മാരെ നാം മനസ്സിലാക്കുന്നത്. ഈവൻ ഫോർ ഗാഡ്, ദൈവത്തിലും പുരുഷനും സ്ത്രീയും ഇല്ല. പക്ഷേ ഒരു പുല്ലിംഗത്തിലാണ് ദൈവത്തെയും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തൊക്കെ ആൾക്കാർ പറയുന്നത് പരിശുദ്ധാത്മാവിന് ഫീമെയിൽ ക്യാരക്ടറാണുള്ളതെന്ന്. സ്ത്രൈണ ദൈവമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്, പിന്നെ ഇല്ലാത്തത് അമ്മയാ. എന്നാ പരിശുദ്ധാത്മാവിനെ അമ്മയാക്കിയേക്കാം. അത് തന്നെയല്ല, ഹിന്ദിയിൽ പരിശുദ്ധാത്മാവ്, ആത്മാവ് എന്നത് സ്ത്രീലിംഗമാണ്. വ്യാകരണം അറിയാവുന്നവര് ഹിന്ദി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാം. പവിത്രാത്മാ ഐസേ കർത്തി ഹേ എന്നാ പറയുന്നത്. നമ്മളതങ്ങ് ബൈബിൾ അനുസരിച്ച് പവിത്രാത്മാ കർത്താ ഹേ എന്ന് പറയും. വ്യാകരണം അനുസരിച്ച് പവിത്രാത്മാ കർത്തി ഹേ, ആത്മാ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ആത്മാവ് വരുന്നിടത്തൊക്കെ സ്ത്രീലിംഗമാ വരുന്നത്. അതുപോലെ തന്നെയാണ് മൂലഭാഷയിലും ആത്മാവ്, റൂഹ, ന്യൂമ എന്നത് സ്ത്രീലിംഗമാണ്, ഫെമിനൈൻ ജെൻഡറാണ്. അതുകൊണ്ടും കൂടെ ഇന്ന് കുറെ ദുരുപദേശകർ പരിശുദ്ധാത്മാവിനെ അമ്മയാക്കിയിട്ടുണ്ട്, അമ്മ ദൈവമാക്കിയിട്ടുണ്ട്. പിതാവായ ദൈവം അപ്പൻ ദൈവവും പരിശുദ്ധാത്മാവാൻ ദൈവം അമ്മ ദൈവവും യേശു ക്രിസ്തു ഇവർ രണ്ടുപേരുടെയും കൂടെ പുത്രൻ ദൈവവും.
ഇങ്ങനൊരു ദുരുപദേശം ഈ കാലത്ത് ഉണ്ട്, ശ്രദ്ധിച്ചോളുക. അപ്പോൾ ദൈവത്തിലാകട്ടെ ദൂതന്മാരിലാകട്ടെ നോ ജെൻഡർ ഡിഫറൻഷിയേഷൻ. അവിടെ സ്ത്രീ പുരുഷ ആളത്വങ്ങളില്ല. എന്നാൽ ദൈവത്തിന് പുരുഷ ആളത്വമാണ് നാം സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ദൈവം എന്തുകൊണ്ട് അമ്മ ദൈവമല്ല, ദൈവം എന്തുകൊണ്ട് അപ്പൻ ദൈവമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ദൂതന്മാരിലും സ്ത്രീകളും പുരുഷന്മാരും എന്ന നിലയിൽ വ്യത്യാസമില്ല. ആ ദൂതന്മാർക്ക് ഇങ്ങനെ എന്താണ് പറയുന്നത്, ലിംഗവ്യത്യാസമില്ലാത്തതുപോലെ തന്നെ പ്രത്യുൽപാദന ശേഷിയും ഇല്ല. പ്രത്യുൽപാദന ശേഷിയോടെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഒരു മൂലപുരുഷനിൽ നിന്ന് മറ്റ് ഉള്ളവരെ ഒക്കെ ദൈവം ഉളവാക്കിയത്. ദൂതന്മാരെയെല്ലാം ഓരോ ദൂതന്മാരെയും വേറെ വേറെ സൃഷ്ടിച്ചതും അതുകൊണ്ട് തന്നെ. അങ്ങനെ ആയതുകൊണ്ടും യേശുക്രിസ്തു മത്തായി 22-ാമത്തെ അധ്യായത്തിൽ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന്, സോഫി യു ക്യാൻ റീഡ് ദാറ്റ് വേഴ്സ് 22-30. At the resurrection, people will neither marry nor be given in marriage. They will be like the angels in heaven. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത സദൂക്യന്മാർ വന്നിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു. അതിൻ്റെ 23 മുതൽക്ക് നാം അത് കാണുന്നുണ്ട്. പുനരുത്ഥാനം ഇല്ലെന്ന് വിശ്വസിക്കുന്ന സദൂക്യർ വന്നിട്ട് ചോദിക്കുകയായിരുന്നു, ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു, മക്കളില്ലാതെ അയാൾ മരിച്ചു, പിന്നെ ദേവരധർമ്മം എന്ന നിയമം അനുസരിച്ച് അയാളുടെ അനുജൻ കല്യാണം കഴിച്ചു. അങ്ങനെ 7 സഹോദരന്മാരും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇവരാർക്കും മക്കളില്ലാതെയാണ് 7 സഹോദരന്മാരും മരിച്ചത്. അങ്ങനെയാണെങ്കിൽ പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും എന്ന് യേശുവിനെ കൊടുക്കാൻ ചോദിച്ചതാ. ഏതെങ്കിലും ഒരുത്തന് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് നിശ്ചയിക്കായിരുന്നു, ശരി ഇവനാണ് ഇവളുടെ ഭർത്താവ്. പക്ഷെ ഇത് 7 പേർക്കും മക്കളില്ലാതെ മരിച്ചു. അവർക്ക് കൊടുത്ത മറുപടിയാണ് നമ്മൾ 30-ാം വാക്യത്തിൽ വായിച്ചത്. പുനരുത്ഥാനത്തിൽ, അതാണ് ഞാൻ പുനർജന്മം എന്നതുകൊണ്ട് മുമ്പേ അർത്ഥമാക്കിയത്, പുനരുത്ഥാനത്തിൽ ആരും ഇന്നത്തെ പോലെ വിവാഹത്തിന് കൊടുക്കുകയോ വിവാഹം കഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ എങ്ങനെയായിരിക്കും? ദൂതന്മാർക്ക് തുല്യരായി ആയിരിക്കും. അപ്പോൾ യേശു അവിടെ പറഞ്ഞു വെക്കുന്നത് ദൂതന്മാർക്ക് വിവാഹത്തിന് കൊടുക്കാനോ എടുക്കാനോ കഴിയുന്ന അവസ്ഥയിൽ അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവര് ദൂതന്മാരാകണമെന്നൊരു നിർബന്ധവുമില്ല. യേശു പറഞ്ഞ വാക്കുകളും കൂടെ എടുത്താൽ ദൂതന്മാർക്ക് അതിന് കഴിയുകയുമില്ല. പിന്നെ ഒരു ചെറിയ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്, ഈ വീണുപോയ ദൂതന്മാർ ചില മനുഷ്യരിൽ ആവാഹിച്ചിട്ട്, മനുഷ്യരെ ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ ചില മനുഷ്യരിൽ കടന്നുകൂടിയിട്ട് അവരെ കൊണ്ട് ഈ പാപം ചെയ്യിക്കാം. ഇന്നും അത് ദുരാത്മാക്കൾ ചെയ്യുന്നുണ്ട്. ചില വ്യക്തികളെ ഗ്രസിച്ചിട്ട് അവരെ ചില പ്രത്യേക പാപം ചെയ്യാൻ വേണ്ടി ഉത്സാഹിപ്പിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. അതിന്നും ഉണ്ട്. അത് ചിലരെ മദ്യപിപ്പിക്കുന്നതാകാം, കള്ളം പറയിപ്പിക്കുന്നതാകാം, മോഷ്ടിപ്പിക്കുന്നതാകാം, വ്യഭിചരിപ്പിക്കുന്നതാകാം, വഴക്കിടിക്കുന്നതാകാം. ഇങ്ങനെ ഓരോ ദുരാത്മാക്കൾക്കും ഓരോ പ്രകൃതമാണ്.
ചില ഭൂതഗ്രസ്തരെ ശുശ്രൂഷിച്ച സമയത്ത് വളരെ രസകരവും ഞെട്ടിപ്പിക്കുന്നതുമായ കാര്യങ്ങളും ഒക്കെ ഈ ഭൂതങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കോസ്മെറ്റിക്സിന്റെ ആത്മാവാണ്. ചില പുള്ളികളിൽ ഈ ദുരാത്മാവ് കയറിയാൽ ഇവരെ കൊണ്ടങ്ങ് ഒരുങ്ങിത്തീരത്തില്ല ഈ വ്യക്തികൾ. കൂടുതലും സ്ത്രീകളിലും പെൺകുട്ടികളിലുമാണ് ഈ ആത്മാവ് കയറുന്നത്. അങ്ങ് കയറി പെന്തക്കോസ്തിനകത്തും ഉണ്ട് കേട്ടോ. ഒരു 2 ദിവസത്തെ ഈവൻ ഒരു കല്യാണത്തിന് വേണ്ടി പോകുമ്പോൾ പോലും വീട്ടിൽ നിന്ന് ഉടുത്തോണ്ടൊന്നിറങ്ങും, പിന്നെ ഇടാൻ വേറെ ഒരെണ്ണം എടുത്തോണ്ടിറങ്ങും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കല്യാണത്തിന് കയറുമ്പോൾ പിന്നെ ഇത് ഊരി അതിടും. അത് കഴിയുമ്പോൾ റിസപ്ഷൻ ഇടാൻ വേണ്ടി ഒരെണ്ണം കൂടെ കരുതിയേക്കും. കുറഞ്ഞത് ഇട്ടോണ്ടൊന്നു പോവും, 2 എണ്ണം എടുത്തോണ്ടും പോവും. ആകപ്പാട് 3 മണിക്കൂറത്തെ പരിപാടിയാണ്. അതിന് 3 ജോഡി തുണി, ചിലപ്പോൾ 3 ജോഡി ഷൂസും അല്ലെങ്കിൽ ചെരുപ്പും. വാച്ച് പോലും സാരിക്കും ചെരുപ്പിനും ഇണങ്ങുന്നത്. ചിലരാണെങ്കിൽ ബൈബിൾ ഉപയോഗിക്കുന്ന ബൈബിളിന്റെ കവർ പോലും അങ്ങനെ ആക്കിക്കളെ. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നും, ഇവരിലും ബൈബിളും കൊണ്ടൊക്കെയാണ് നടക്കുന്നതെങ്കിലും ഇവരിലും ഈ സൗന്ദര്യവർദ്ധനവിന്റെയും സൗന്ദര്യ മത്സരത്തിന്റെയും ആത്മാവെങ്ങാനും കൂടിയിരിപ്പുണ്ടോ? ഞാൻ ഈ രാജ്യത്തൊരിക്കൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒക്കെ കൊള്ളാം കേട്ടോ, പക്ഷെ സോക്സിന്റെ നിറം കൂടെ ഒന്ന് മാറ്റണമായിരുന്നു. ഉടുപ്പൊക്കെ വെള്ളയല്ലേ, അപ്പം സോക്സും കൂടെ വെള്ളയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല കറുപ്പായിരുന്നെങ്കിൽ ആൾക്കാരുടെ നോട്ടം പോന്ന് പോക്കേ. അപ്പം ഓരോ ആത്മാവ് ചിലരിൽ കടന്നുകൂടിയാൽ ഈ തീറ്റിപ്രേമത്തിന്റെ ആത്മാവുണ്ട്. അത് ചിലർ കൂടുകയാണെങ്കിൽ എന്റെ പൊന്നെ, ഇവര് തിന്ന് മടുക്കത്തില്ലെന്നേ, ഭയങ്കര തീറ്റിയ. വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലും തികത്തില്ല ചിലർക്ക്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കേട്ടോ. നമ്മുടെ ഈ കുട്ടികളുടെയൊക്കെ ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അക്ഷരീയമായി കണ്ടിട്ടുള്ള കാര്യങ്ങളാ. തികയത്തില്ല, എത്ര കൊടുത്താലും തികയത്തില്ല. അവിടെയൊക്കെ രക്ഷിക്കപ്പെട്ട് പുതുതായിട്ട് വരുന്ന ചില കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടൊക്കെ കഴിഞ്ഞിട്ട് പറയും, പാസ്റ്ററെ ഞങ്ങളുടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന ചെലവ് ഏതാണ്ട് പകുതിയിലധികം കുറഞ്ഞു എന്ന്. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പറഞ്ഞു, പാസ്റ്ററെ നേരത്തെ ഞങ്ങൾ ഒരു മാസത്തേക്ക് 1 കിൻഡൽ അരി എടുത്താൽ ഞങ്ങൾക്ക് തികയത്തില്ലായിരുന്നു. ഇപ്പം 30 കിലോ 40 കിലോയുടെ ചാക്കുമതി. ആ കുടുംബിനികൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ചപ്പാത്തി ഉണ്ടാക്കി കുഴയ്ക്കുന്ന ആട്ട തീരുന്നതല്ലാതെ ഒരെണ്ണത്തിന്റെ വയറ് നിറയുന്നില്ല. ഒടുവിൽ ഈ മക്കളും അപ്പനും കൂടെ തമ്മിലടിയ ചപ്പാത്തിക്ക് വേണ്ടി. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ തീറ്റയുടെ ആത്മാവ് ഇറങ്ങിപ്പോയി. അപ്പം ഇങ്ങനെയുള്ള ആത്മാക്കളുണ്ട് കേട്ടോ. ചിലരിൽ കൂടിയിരുന്നിട്ട് വഴക്കുണ്ടാക്കിക്കുന്ന, ചീത്ത വിളിക്കുന്ന, വ്യഭിചരിപ്പിക്കുന്ന, കള്ള് കുടിപ്പിക്കുന്ന, ഒത്തിരി ആഹാരം കഴിപ്പിക്കുന്ന, ഈ ആഡംബരത്തിന്റെ ഭ്രമമുണ്ടാക്കുന്ന, ഭയങ്കര സൗന്ദര്യബോധം ഉണ്ടാക്കുന്ന ഒക്കെ ആത്മാക്കളുണ്ട്. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ ഇതിൽ ചില ആത്മാക്കൾ ചില മനുഷ്യരിൽ കടന്നുകൂടിയിട്ട് അവരെ കൊണ്ട് ഈ വേണ്ടാതിനൊക്കെ ചെയ്യിച്ചിട്ടുണ്ടാകാം. അതിനൊരു സാധ്യത ഇല്ലാതില്ല, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. അതല്ലാതെ ഈ ദൂതന്മാര് നേരിട്ട് വന്ന് മനുഷ്യരുമായി ശാരീരിക ബന്ധം പുലർത്തി എന്നുള്ളത് ബൈബിളിന്റെ മൊത്തമായ ഉപദേശത്തിന് ചേരുന്നതല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ
അത് നിത്യതയെ ബാധിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏതായാലും ഈ വീണുപോയ ദൂതന്മാർ, ഒരു കാര്യം ഉറപ്പാണ്, സാത്താനോടുകൂടെ ഒരു വലിയ ഗണം ദൂതന്മാർ പാപം ചെയ്തിട്ടുണ്ട്. അവരെ സ്വാധീനിക്കുവാൻ സാത്താൻ ലൂസിഫറിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വീണുപോയ ദൂതന്മാരിൽ കുറെ പുള്ളികൾ ഭീകരന്മാരാണ്. അവന്മാരെ കർത്താവ് തുറന്നു വിട്ടിട്ടില്ല. അവരെയാണ് ഇവിടെ പിടിച്ച് അടച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ വീണുപോയ അഗാധകൂപത്തിൽ കിടക്കുന്ന ദൂതന്മാരെ ഒന്ന് മനസ്സിലാക്കാം, ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു. ഈ വീണ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൂതൻ ആരാണെന്ന്, രണ്ട് അഗാധ കൂപമെന്ന സ്ഥലം, മൂന്ന് അഗാധ കൂപത്തിൽ കിടക്കുന്ന ദൂതന്മാർ ആരല്ല. ഇത്രയും നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം പ്രത്യേകിച്ച് വേണോ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആകാം. അതോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഒന്നുമില്ല എങ്കിൽ നമുക്കിന്ന് ഇവിടെ നിർത്താം. സ്തോത്രം. ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഗ്രഹിച്ച് ഈ യാതനകളിൽ കൂടെ ഒന്നും പോകാതെ ദൈവത്തിനുള്ളവരായി നിലനിന്ന് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ പിന്നെയും നമുക്ക് സമർപ്പിക്കാം. ദൈവവചന പഠനം കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നതും നിത്യതയ്ക്കുള്ള ആക്കം കൂട്ടുന്നതുമായി തീരട്ടെ. അതിനായി നമ്മെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.